PSC പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് നേരത്തെ കണ്ടുപിടിക്കണം. അങ്ങനെ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം പെർഫെക്റ്റായിട്ട് പഠിച്ചിട്ട് പോകാൻ കഴിയും. അതിന് പറ്റിയ ഒരു ആപ്പിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള, എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്പാണിത്. ഞാൻ 1ാം റാങ്ക് വാങ്ങിയത് ഒരിക്കലും പഠിച്ചതുകൊണ്ട് മാത്രമല്ല, വെറുതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. പഠിക്കുന്ന ടോപ്പിക്സിൽ നിന്നും പരമാവധി നമ്മൾ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയെടുക്കണം. അങ്ങനെ തയ്യാറാക്കാൻ എന്നെ സഹായിച്ച ഒരു ആപ്പ് കൂടിയാണിത്. ആ ആപ്പിൻ്റെ പേര് ChatGPT എന്നാണ്. നിങ്ങൾക്ക് പലർക്കും ഇത് കേട്ട് നല്ല പരിചയമുള്ളവരുണ്ടാകും, അറിയാവുന്നവരുണ്ടാകും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത്. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ChatGPT എന്ന് ടൈപ്പ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടെങ്കിൽ ആ നോട്ട്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ടാബിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിലാണ് നോട്ട്സ് കിടക്കുന്നതെങ്കിൽ ഈ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. അതല്ല നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാണ് പഠിക്കുന്നതെങ്കിൽ ഗൂഗിളിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തോ സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല റാങ്ക് ഫയൽ പോലത്തെ നോട്ട്സാണ് പഠിക്കുന്നതെങ്കിൽ ആ നോട്ട്സിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്താൽ മതി. എന്തായാലും ChatGPT ഓപ്പൺ ചെയ്ത ശേഷം താഴെ ഒരു പ്ലസ് സിമ്പിൾ അല്ലെങ്കിൽ ആഡ് സിമ്പിൾ കാണാം. ആ സിമ്പിളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം അപ്ലോഡ് ഫോട്ടോ എന്ന് വരും. അപ്പോൾ ഏത് ടോപ്പിക്സ് ആണോ നമ്മൾ പഠിച്ചത്, ഇപ്പോൾ നമ്മൾ ഒരു റാങ്ക് ഫയലിൻ്റെ അല്ലെങ്കിൽ ഏതൊരു നോട്ട്സിൻ്റെ ഒരു പേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് താഴെ എഴുതാം ജനറേറ്റ്, നിങ്ങൾക്ക് എത്ര MCQ എത്ര ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു പേജിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 15 ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ജനറേറ്റ് 15 MCQ വിത്ത് ആൻസേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 15 ക്വസ്റ്റ്യൻസ് ആ ടോപ്പിക്കിൽ നിന്നും ജനറേറ്റ് ചെയ്ത് വരും. അതായത് നിങ്ങളിപ്പോൾ ഒരു പാരഗ്രാഫാണ് കൊടുക്കുന്നതെങ്കിൽ പോലും അതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT ഫുള്ള് ജനറേറ്റ് ചെയ്ത് തരും. ഇതിൻ്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ടോപ്പിക് പഠിക്കുന്നോ അതിൽ A to Z കാര്യങ്ങൾ നമുക്ക് MCQ ആയിട്ട് കിട്ടും. എങ്ങനെയൊക്കെ ആ ചോദ്യം ആ ഏരിയയിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന് നമുക്ക് ChatGPT പറഞ്ഞു തരും. ഇതേ രീതി തന്നെയാണ് PSC ക്വസ്റ്റ്യൻസിനും വരുന്നത്. അപ്പം നമ്മൾ ഇത്ര തറവായിട്ട്, അതായത് ഒരു ടോപ്പിക്ക് പഠിക്കുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുന്നു, ഇങ്ങനെ പഠിച്ചിട്ട് പോകുന്നവർക്ക് PSC ഭയങ്കര എളുപ്പമായിരിക്കും. ഞാൻ പഠിക്കുന്ന സമയത്ത് TB റിലേറ്റഡ് ടോപ്പിക്സാണ്. TB ഇപ്പം ഉദാഹരണമായിട്ട് ലങ്സിൻ്റെ അനാട്ടമി പഠിച്ച ശേഷം ആ ടോപ്പിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കും. ജനറേറ്റ് ക്വസ്റ്റ്യൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് എവിടെ നിന്ന് എന്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഈ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കേണ്ടത്. ഞാൻ എല്ലാ വീഡിയോസിലും പറയല്ലോ റിവിഷൻ മസ്റ്റാണെന്ന്. അപ്പോൾ നിങ്ങൾ ഒരു റൗണ്ട് റിവിഷൻ ചെയ്യുക. അതായത് ബുക്സ് നോക്കാതെ തന്നെ മനസ്സിലൊന്ന് റിവിഷൻ ചെയ്ത് നോക്കുക. അറിയാത്ത കാര്യങ്ങൾ ഒന്നുകൂടെ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഇങ്ങനെ ചെയ്യാം. ഈ ടോപ്പിക്സ് നിങ്ങൾക്ക് ഫോട്ടോ ആക്കിയിട്ട് ChatGPTയിൽ അപ്ലോഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് 50 100 എത്ര ക്വസ്റ്റ്യൻ വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാം. പക്ഷേ ടോപ്പിക് അനുസരിച്ച് വേണം. നിങ്ങളിപ്പോൾ ഒരു പേജ് അപ്ലോഡ് ചെയ്തിട്ട് 100 ക്വസ്റ്റ്യൻസ് വേണമെന്ന് ഒരിക്കലും പറയരുത്. കാരണം ആ ഒരു പേജിൽ നിന്ന് ചിലപ്പോൾ മാക്സിമം ഒരു 20-10 ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. 100 കൊടുത്തു കഴിഞ്ഞാൽ 100 ക്വസ്റ്റ്യൻസ് അവർ ജനറേറ്റ് ചെയ്ത് തരും. പക്ഷേ അത് റിപ്പീറ്റ് ആയിരിക്കും ഒരുപാട്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് മാക്സിമം ഒരു 5-10 ക്വസ്റ്റ്യൻസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അത്രയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഒരു വലിയൊരു PDF-ൻ്റെ ഇതാണ് കൊടുക്കുന്നതെങ്കിൽ അത് 100 ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യാം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഒരു ദിവസം എന്ത് പഠിക്കുന്നോ അതിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമെന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. അതാണ് ഏറ്റവും നല്ല രീതി. അല്ലാതെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്താലും നമ്മളൊരു 10 ക്വസ്റ്റ്യൻ വായിച്ച ശേഷം നമുക്ക് ബോറടിച്ച് തുടങ്ങും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ചെറിയ ചെറിയ ടോപ്പിക്സ് പഠിക്കുക, അതിനനുസരിച്ച് 5-10 ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യുക, അത് പഠിക്കുക. ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് വർഷങ്ങളൊക്കെ പഠിക്കാനുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ജനറേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആവും. നമുക്ക് വർഷമൊക്കെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ഓർമ്മ വരും. അതിനൊക്കെ പെട്ടെന്ന് ഇത് പ്രയോജനപ്പെടുത്തുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നിങ്ങൾക്ക് ഏത് വിഷയവും ഇങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷോ മാത്സോ എന്ത് വിഷയമാണെങ്കിലും നോട്ട്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആൻസറും അതിനോടൊപ്പം തന്നെ വരും. തൊട്ട് ബാക്കിൽ തന്നെ, അതായത് ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് കൊടുത്തു, ഓപ്ഷൻസ് കൊടുത്തു, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് വേണ്ട. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത ശേഷം ഏറ്റവും ലാസ്റ്റ് കണ്ടാൽ മതിയെങ്കിലും നിങ്ങൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജനറേറ്റ് MCQ വിത്ത് ആൻസേഴ്സ് എല്ലാത്തിനും താഴെയായിട്ട് കൊടുക്കാമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ChatGPT ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്.
നമ്മളുടെ ആധുനിക സംവിധാനങ്ങളെല്ലാം തന്നെ നമ്മുടെ ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടാണ് അല്ലേ. നമുക്ക് ലോകത്ത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മളുടെ മനുഷ്യരാശിയുടെ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുക. ChatGPT എന്ന് വെച്ചാൽ ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാനോ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനോ AI ഒക്കെ അതിന് വേണ്ടിയിട്ടുള്ളതല്ല. മീൻസ് അതിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, നമ്മളുടെ ഇങ്ങനത്തെ ഡെയിലി ഉള്ള കാര്യങ്ങൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനത്തിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ChatGPT. അത് പരമാവധി ഉപയോഗിക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യാനും നിങ്ങൾ ഇനി സംശയമുള്ളൊരു ടോപ്പിക്ക്, ആ ടോപ്പിക്ക് എന്താണെന്ന് ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ വിവരങ്ങളും ChatGPT കളക്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും. അങ്ങനെയും നമുക്ക് പഠിക്കാനും കഴിയും, ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനും കഴിയുന്ന ഒരു ആപ്പാണ് ChatGPT. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് വലിയ സ്പീഡ് ഇല്ലെങ്കിൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ പരമാവധി പഠിക്കുന്ന സമയത്ത് ഇതുകൂടി ഒരു സൈഡ് യൂസ് ചെയ്ത് പോവുക. ഫോണിൻ്റെ ഉപയോഗം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അല്ല റീൽസ് കാണാനോ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടല്ല. പഠിക്കുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രം ഒന്ന് ഉപയോഗിച്ച് നോക്കുക.